ലഭ്യമായ സംവിധാനങ്ങൾ, വാർത്താവിനിമയ സംവിധാനങ്ങൾ, ഇന്റർനെറ്റ് പോലുള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഒരുപാട് പുറത്തുള്ള കാഴ്ചകളും കാര്യങ്ങളും എല്ലാം അവരിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ കുട്ടികളുടെ ഇടയിൽ നിന്ന് തന്നെ ഇതുണ്ടാക്കുന്ന ചില മോശമായ ചില പ്രവണതകളുണ്ട്. അതിനെതിരെ ഒരു കവചമായി നിൽക്കുന്ന രീതിയിൽ കുട്ടികളുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു സന്നദ്ധ സംഘടന വേണം എന്നൊരു ആവശ്യം വർഷങ്ങളായിട്ട് സമൂഹത്തിലുണ്ടായിരുന്നു. ചർച്ചയുടെ പൂർത്തീകരണമാണ്, ആ ചർച്ചയുടെ ക്രമപരമാണ് ഇത്തരത്തിൽ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് എന്നൊരു സ്കീം ഉണ്ടായത്. ആദ്യമായിട്ട് ഇത് പബ്ലിക് സ്റ്റേജിൽ വരുന്നത് 3-4 വർഷം മുമ്പ് കോഴിക്കോട് എന്ന സംസ്ഥാന യുവജനോത്സവത്തിലാണ്. അന്ന് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം ജില്ലാ ഭരണകൂടത്തിന്റെ എല്ലാ നേതൃത്വത്തിൽ ആ സ്കൂളിലെ ആ ജില്ലയിലെ സ്കൂളിലെ വിദ്യാർത്ഥികളിൽ നിന്ന് കുറച്ചു പേര് വോളണ്ടിയർമാരായിട്ട് അവിടെ പ്രവർത്തിച്ചു. അവർ ട്രാഫിക് നിയന്ത്രിക്കാനും എല്ലാം തന്നെ പോലീസിനൊപ്പം നിന്ന് പ്രവർത്തിച്ചു. മാധ്യമങ്ങളെല്ലാം തന്നെ അവരെ കുട്ടി പോലീസ് എന്ന ഓമന പേര് വിളിക്കുകയും അങ്ങനെയാണ് ഇത്തരത്തിലൊരു സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് സംവിധാനം വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ നമുക്ക് വേണം എന്നൊരു ആവശ്യം പല തലത്തിൽ പൊങ്ങി വന്നത്. അതിപ്പോൾ ഈ ഘട്ടത്തിലേക്ക് നിൽക്കുന്നു. ഞാൻ ചെയ്യും, ചില കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല. എന്നെ ആരെങ്കിലും ടീച്ചർ എന്റെ ക്ലാസ് റൂമിലുണ്ട്, ഞാൻ എന്തെങ്കിലും ചെയ്താൽ ടീച്ചർ എന്നെ കണ്ടുപിടിക്കും, ടീച്ചർ എന്നെ ശിക്ഷിക്കും, അതിന്റെ മാതാപിതാക്കൾ എന്നെ കണ്ടുപിടിക്കും, തെറ്റ് കണ്ടുപിടിച്ച് ശിക്ഷിക്കും എന്ന തോന്നൽ കൊണ്ട് മാത്രം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരുന്നാൽ അത് ശരിയായ അച്ചടക്കമല്ല. ചില കാര്യങ്ങൾ ഞാൻ ചെയ്യില്ല. ഞാൻ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ല, ഞാൻ സിഗരറ്റ് വലിക്കുകയില്ല, ഞാൻ നിയമങ്ങൾ അനുസരിക്കും. ഇത് ആരെങ്കിലും എന്നെ കൺട്രോൾ ചെയ്യാനോ സൂപ്പർവൈസ് ചെയ്യാനോ എന്നെ ശിക്ഷിക്കാനോ ആരെങ്കിലും ഇല്ലെങ്കിൽ പോലും, ആരും കണ്ടില്ലെങ്കിൽ പോലും ഞാൻ ഇതൊന്നും ചെയ്യില്ല എന്നൊരു ഉത്തമം